ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ്സ്, വരങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ദ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് പഠിച്ചു, ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി ഉണ്ട്, ഗിഫ്റ്റ് ഓഫ് മിറക്കിൾ, ഇന്നലെ അത്ഭുതങ്ങളെക്കുറിച്ച്. ഇന്ന് ഗിഫ്റ്റ് ഓഫ് വിസ്ഡം. ജ്ഞാനം ആർക്കില്ല? എല്ലാവർക്കും ജ്ഞാനം വേണ്ടല്ലേ? ആർക്കാ ജ്ഞാനം വേണ്ടാത്തത്? ജ്ഞാനമില്ലെങ്കിൽ നമ്മൾ ഫൂൾസാണ്. ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് ജ്ഞാനം വേണം, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം വേണം. അതുകൊണ്ട് എന്നും സ്ത്രീകളോട് പറയുന്ന എന്താണ്? യു ഹാവ് ടു ആസ്ക് ദോസ് ഹു ലാക്ക് വിസ്ഡം ആസ്ക് ഓഫ് ദ ലോർഡ്. ഞാൻ സ്ത്രീകളോട് പറയും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മക്കൾക്കും പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഈ ലോകത്തിലെ എല്ലാവർക്കും അല്ലേ, നല്ല ഒരു ജയജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ജ്ഞാനം വേണം. അപ്പം Proverbs chapter 9:10 says, "The fear of the Lord is the beginning of wisdom, and the knowledge of the Holy One is understanding." സോ വിസ്ഡം, ജ്ഞാനവും അണ്ടർസ്റ്റാൻഡിങ്ങും അതും വേണമെങ്കിൽ എന്താണ്? ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം ഉണ്ടാകണം. ഭയഭക്തിയോടെ ഈ സർവശക്തനായ ദൈവം, ബൈബിളിലെ ദൈവം, ഈ ഏക ദൈവത്തെ നമ്മൾ ഭയത്തോടെ ഭയഭക്തിയോടെ നമ്മൾ നടക്കണം. ഭയം എന്ന് പറഞ്ഞ ഒരു ലയണെ കാണുന്നു, ഒരു സിംഹമോ പുലിയോ, അങ്ങനെയല്ല. ദൈവം നമ്മുടെ സ്നേഹിതനാണ്. ദൈവത്തെ അനുസരിക്കുന്നവർ, ദൈവത്തെ ആദരിക്കുന്നവർക്ക് എത്രയോ അടുപ്പമുള്ള ദൈവമാണ്. ഹീ സോ ലൈക്ക് ഹി വാണ്ട്സ് ടു ബി യുവർ ഫ്രണ്ട്. അങ്ങനെയുള്ള ഫെല്ലോഷിപ്പാണ് യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് തന്നിരിക്കുന്നത്. പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു, ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ മുമ്പേ പോകാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ യേശു വന്ന് നമുക്ക് വേണ്ടി പിതാവിലേക്ക് നമ്മളെ അടുപ്പിച്ചു. പിതാവ് നമുക്കൊരു സ്നേഹിതൻ, നമുക്കൊരു ഡാഡിയാണ്. യേശു മാത്രമാണ് നമ്മളെ പിതാവേ, എൻ്റെ പിതാവേ എന്ന്, നമുക്ക് സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് യേശു പഠിപ്പിച്ചു തന്നു. പഴയ നിയമത്തിൽ അവർ പിതാവല്ലായിരുന്നു, ദൈവവും ജനവും മാത്രമായിരുന്നു പഴയ നിയമത്തിൽ. ബട്ട് ഇൻ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വി ആർ ഗോഡ്, വി ആർ ഫാദർ ആൻഡ് ചിൽഡ്രൻ അല്ലേ? ഗോഡ് ആൻഡ് പീപ്പിൾ അല്ല, ഫാദർ ആൻഡ് ചിൽഡ്രൻ. സച്ച് എ റിലേഷൻഷിപ്പ്. ഒരു പിതാവ് മക്കൾ എന്ന പദവി നമുക്ക് തന്നു. അപ്പോൾ അങ്ങനെ ഭയഭക്തി എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഫിയർ ഹിം വിത്ത് റെവറൻസ്, വിത്ത് റെസ്പെക്റ്റ്, വിത്ത് ലവ്, വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയോടെ, സ്നേഹത്തോടെ, അതിൻ്റെ അനുസരണയോടെ നമ്മൾ അങ്ങനെ ആ ദൈവത്തെ ഫിയർ ചെയ്യണമെന്നാണ് പറയുന്നത്. സോ വിസ്ഡം ഈസ് എ സ്പിരിച്വൽ ഗിഫ്റ്റ് അല്ലേ? ദ ലോർഡ് ജീസസ് ഈസ് എ സീറ്റ് ഓഫ് വിസ്ഡം അല്ലേ? സീറ്റ് ഓഫ് വിസ്ഡം ആരാണ്? ജ്ഞാനത്തിൻ്റെ ഉറവിടം യേശു ക്രിസ്തു. ഹോളി സ്പിരിറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ആത്മാവാണ് നമുക്ക് വിസ്ഡം തരുന്നത്. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. സോ ബൈബിൾ സേസ് ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന്. അപ്പോൾ ദൈവത്തെ ഭയക്കാത്തവർക്ക്, ദൈവമില്ല എന്ന് പറയുന്നവർ മൂഢനാണെന്നാണ് പറയുന്നത്. Proverbs chapter 14:1 says, "The fools say there is no God." ദൈവമില്ലെന്ന് പറഞ്ഞാൽ അവർ ഫൂൾസാണ്. അപ്പോൾ ദൈവഭയമുള്ളവരാണ് they are wisdom. Those who worship the Lord, those who follow, and those who fear God, they are wise people. In the book of Proverbs നമ്മൾ കാണുന്നുണ്ട്, കിങ് സോളമൻ സ്ട്രെസ്സസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗെയിനിങ് വിസ്ഡം. ആ പ്രോവർബ്സ് 31 ദിവസം നമ്മൾ മാസത്തിൽ ഓരോ ദിവസവും 1 മുതൽ 31 വരെ ഞങ്ങൾ വായിക്കാറുണ്ട്. നമ്മുടെ മക്കളോടും പറയാറുണ്ട്. എന്ത് ജ്ഞാനത്തിൻ്റെ വേർഡ്സാണ്! ഈ സൊളോമനാണ് ദൈവം ചോദിച്ചപ്പോൾ ഒത്തിരി വിസ്ഡം കൊടുത്തത്. ലോകത്തിൽ ഒരു രാജാവിനും കൊടുക്കാത്ത, ഒരാൾക്കും കൊടുക്കാത്ത ജ്ഞാനമാണ് സൊളോമൻ ചോദിച്ചപ്പോൾ ദൈവം കൊടുത്തത്. അപ്പോൾ അങ്ങനെ ജ്ഞാനത്തോടെ എഴുതിയ ബുക്കാണ് ബുക്ക് ഓഫ് പ്രോവർബ്സ്. നല്ല ജ്ഞാനത്തിൻ്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടിലത് വായിക്കണം. ഞാൻ എൻ്റെ കർസീവ് റൈറ്റിംഗ്, ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബുക്സ് ഒരു 45 ബുക്സ് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് റീഡേഴ്സ്, സോഷ്യൽ റീഡേഴ്സ്, വർക്ക് ബുക്സ്, പിന്നെ കർസീവ് റൈറ്റിംഗ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബുക്ക് ഓഫ് പ്രോവർബ്സിൽ നിന്ന് ഒത്തിരി നല്ല നല്ല പ്രോവർബ്സ് ഞാനവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി വെരി നൈസ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ യൂത്ത് എക്സ്പെഷ്യലി. പിന്നെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ജെയിംസ് ചാപ്റ്റർ 1:5, "Those who lack wisdom ask of the Lord." നിങ്ങൾക്ക് ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തോട് ചോദിക്കാനാണ് പറയുന്നത്. ദൈവത്തോട് ചോദിച്ചാൽ. പിന്നെ Proverbs 14:1 says, "ജ്ഞാനിയായവൾ വീട് പണിയുന്നു" എന്ന്. സോ ദ വൈസ് വുമൺ ബിൽഡ്സ് ദ ഹൗസ്, ദ ഫുളിഷ് വൺ വിൽ ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എന്തായാലും ജ്ഞാനം വേണം, വീട് പണിയുവാനും മക്കളെ നോക്കുവാനും ഹസ്ബൻഡിനെ നോക്കുവാനും എല്ലാം ക്രമശിക്ഷയോടെ എല്ലാം
ഡിസിപ്ലിനായിട്ട് ഓർഗനൈസ്ഡായിട്ട് ചെയ്യുവാനെല്ലാം നമുക്ക് എന്ത് ജ്ഞാനം വേണം. ജ്ഞാനിയായുടെ വീട് കണ്ടാൽ അറിയാം എത്ര ഓർഡറാണെന്ന്, എത്ര നീറ്റാണെന്ന്, എത്ര ഭംഗിയായിട്ടാണ് അവൾ വെച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ജ്ഞാനം കർത്താവിനോട് ചോദിക്കാം. അങ്ങനെ ചോദിച്ച ഒരാളാണ് ഈ സോളമൻ. സൊലോമൻ ദാവീദിൻ്റെ പുത്രനായിരുന്നു. ദാവീദ് രാജാവാണ്. രാജാവിന് ശേഷം ഈ സൊലോമനെ ദൈവം രാജാവായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ ഒരു രാത്രിയിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ സൊലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അതിന് സൊലോമൻ പറഞ്ഞെന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. അതാണ് സോളമൻ. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നുവല്ലോ. ഞാനോ ഒരു ബാലനത്രേ. ഐ എം എ യൂത്ത്, ഹി സേസ്, ഈസ് യങ്. സോ കാര്യാദികളൊക്കെ നടത്തുവാൻ എനിക്ക് അറിവില്ലല്ലോ. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിറഞ്ഞ എണ്ണമില്ലാത്ത കണക്കുമില്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ദൈവമേ, ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും എന്ന്. ശലോമൻ ഈ കാര്യം ചോദിച്ച് ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. ദൈവം പറഞ്ഞു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന കാര്യം മാത്രം ചോദിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ഒന്നാമത് അത് കഴിഞ്ഞ് ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷവും ഉണ്ടാകുകയില്ല. അത് കഴിഞ്ഞ് ദൈവം പറയുകയാണ്, ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും രാജാക്കന്മാരൊരുത്തനും നിനക്ക് സമനാകുകയില്ല എന്ന്. കണ്ടോ, the Lord, there is a verse in the Bible, Ephesians chapter 3:20. He gives us more than we ask or imagine. ഞാൻ ചോദിച്ചത് എനിക്കൊത്തിരി സാക്ഷിയുണ്ട്. ഇപ്പോൾ ദാവീദ് സലോമൻ ചോദിച്ചത് എന്താണ്? ജ്ഞാനം അല്ലേ, വിവേകം തരാൻ. പക്ഷെ ദൈവം അതിൻ്റെ കൂടെ വലിയ സമ്പത്തും കൊടുത്തു എന്ന്, അല്ലേ, മഹത്വം സമ്പത്തും എല്ലാം കൊടുത്തു എന്ന്. സലോമൻ്റെ സമ്പത്തിനെ കുറിച്ചെല്ലാം 1 രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചാൽ നമുക്കറിയാം. ശിവരാജ്ഞി പോലും വന്ന് ഈ സലോമൻ്റെ വിസ്ഡം കാണാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നു, ജ്ഞാനത്തിൻ്റെ വാക്കുകൾ. എന്നിട്ട് അവിടെ കണ്ടതെല്ലാം, ഞാൻ കേട്ടത് അതിൻ്റെ അപ്പുറമാണല്ലോ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ കല്ലുകൾ പോലും സ്വർണ്ണം, അതുപോലെ വീട്ടിലുള്ള പാത്രങ്ങളും എല്ലാം സ്വർണം, അവരുടെ വീടും എല്ലാം ഭയങ്കരമായിട്ട് സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും കൊടുത്ത് അനുഗ്രഹിച്ച ദൈവമാണ്. നമ്മുടെ നല്ല കാര്യം ദൈവത്തിന് ചിത്തം പോലെ പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന് രാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഉതകുന്ന അപ്രകാരമുള്ള പ്രാർത്ഥന അങ്ങനെ നമ്മൾ ചോദിച്ചാൽ, ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ദൈവം അതിൻ്റെ കൂടെ നമ്മൾ ചോദിക്കാത്തതും മഹത്വവും ഐശ്വര്യവും സമ്പത്തും എല്ലാം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹു ഈസ് എ ഗോഡ്, ഈസ് മൈറ്റി ആൻഡ് ഓസം ഗോഡ്. ആ ദൈവത്തെ നമുക്കൊരു പ്രാവശ്യം കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. കർത്താവേ, എനിക്ക് ജ്ഞാനം വേണം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എനിക്ക് ജ്ഞാനം വേണം കർത്താവേ. സലോമനെ ജ്ഞാനത്താൽ നിറച്ച ദൈവമേ, എനിക്ക് ജ്ഞാനം തരണമേ എന്ന്. കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ജ്ഞാനത്തിനു വേണ്ടി ജ്ഞാനം അപേക്ഷിക്കുന്നു കർത്താവേ. അവരെ വിസ്ഡം, ജ്ഞാനം, വിവേകം, അറിവ് എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.